എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ AMCS FNCK നാളെ മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് AMCS FNCK, അതായത് AMCS FNCK എന്ന് വെച്ചാൽ അസോസിയേഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ്സ് ഓഫ് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു അസോസിയേഷനാണ്. അപ്പോൾ ആ ഒരു അസോസിയേഷൻ്റെ ആ ഒരു വെബ്സൈറ്റ് വഴിയുള്ള അപേക്ഷകൾ നാളെ മുതൽ ആരംഭിക്കും. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ID എന്ന് പറയുന്നത് ഈ ഒരു AMCSFNCK.com എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴിയുള്ള അപേക്ഷകളാണ് നാളെ മുതൽ ആരംഭിക്കുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സ്ക്രോൾ ചെയ്തിട്ട് പോകുന്നത്, അതായത് നാളെ മുതൽ ഈ ഒരു അഡ്മിഷൻ നടപടികൾ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, അതുപോലെ MSc നഴ്സിംഗ് എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുക. BSc നഴ്സിംഗിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് +2 ബയോളജി സയൻസ് ആണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവ പാസ്സായിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് ടോട്ടലായിട്ട് 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ഇംഗ്ലീഷിന് സെപ്പറേറ്റ് 50% മാർക്ക് വേണം എന്നാണ് തോന്നുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ പ്രോസ്പെക്ടസ് വന്ന ശേഷം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ആണെങ്കിൽ നിങ്ങൾ GNM എന്ന് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ജനറൽ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിക്കാണ് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ അതായത് ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ചെയ്യുന്ന സമയത്ത് ആ ഒരു BSc നഴ്സിംഗിൻ്റെ ഈക്വലായിട്ട് ആ ഒരു GNM മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് പഠിക്കുന്നത്. അതുപോലെ MSc നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ് പഠിച്ച് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു MSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നിലവിൽ ഈ ഒരു വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോസ്പെക്ടസ് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ഓൺലൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾക്ക് അതായത് അപ്ലൈ ഓൺലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ആ ഒരു അപേക്ഷ നാളെ മുതലാണ് ആരംഭിക്കുക. നേരത്തെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് വാട്സപ്പ് നമ്പർ നൽകാനുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അപേക്ഷകൾ നാളെ മുതൽ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് മുകളിൽ ആ ഒരു കാര്യം സ്ക്രോൾ ചെയ്ത് പോകുന്നത്. അപ്പോൾ പ്രോസ്പെക്ടസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അപേക്ഷ സമർപ്പിക്കണം, അതുപോലെ തന്നെ എന്താണ് എലിജിബിലിറ്റി, അതുപോലെ എത്ര വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ എത്ര രൂപയാണ് അഡ്മിഷൻ ഫീസ് ആയിട്ടുണ്ടാവുക, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും, അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് നിങ്ങൾക്ക് ഈ ഒരു LBS വഴി നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീസ് അടക്കണം. അപ്പോൾ അതേ ഫീസ് തന്നെയാണ് ഇതിലും വരിക. അതായത് 25,000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടതായിട്ട് വരിക. അതായത് ജനറൽ കാറ്റഗറി ഉള്ളവർ, അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 1000 രൂപയാണ് ആദ്യം അടക്കേണ്ടി വരിക. പിന്നീട് ബാക്കി ഫീസ്, അതായത് സാധാരണ എല്ലാവർക്കും സെയിം ഫീസ് തന്നെയാണ് AMCS FNCKയിൽ വരുന്നത്. പ്രത്യേകിച്ച് ഫീസിൽ കൺസെഷൻ ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പ്രോസ്പെക്ടസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് AMCS FNCKയുടെ കീഴിൽ ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത് എന്നുള്ളത് അറിയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, സൈഡിലായിട്ട് നിങ്ങൾക്ക് 3 ലൈൻസ് കാണാം. അപ്പോൾ ഇവിടെ കോളേജസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം BSc നഴ്സിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും BSc മെമ്പർ കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കുറേ കോളേജ് കാണാം. അപ്പോൾ ഈ ഒരു കോളേജ് ഒക്കെയാണ് ഇതിൻ്റെ, അതായത് AMCS FNCKയുടെ കീഴിൽ വരുന്നത്. PNC MAC ഇതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ തുടങ്ങിയിട്ടില്ല. അതായത് PNC MACൻ്റെ അപേക്ഷ, അതായത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിൻ്റെ അപേക്ഷകൾ ഉടൻ തന്നെ ആരംഭിക്കും. ഏതാനും നഴ്സിംഗ് കോളേജുകൾക്ക് അപ്രൂവൽ ലഭിക്കാനുണ്ട്. അപ്പോൾ അത് കൂടി കിട്ടിയ ശേഷമായിരിക്കും ആ ഒരു PNC MACലേക്കുള്ള അപേക്ഷകൾ ആരംഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.